ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണല്ലോ. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഗൗതം, ഇന്നത്തെ നിശബ്ദ പ്രചാരണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓരോ പാർട്ടികളും? വീണ, നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് രാജ്യ തലസ്ഥാനത്ത് പോളിംഗ് നടക്കുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം നിശബ്ദ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർമാരെ നേരിൽ പോയി കാണാനും അതോടൊപ്പം തന്നെ വീടുകളിൽ എത്തിയുള്ള പ്രചരണവുമൊക്കെയാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി പരസ്യ പ്രചരണം അവസാനിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അതിശക്തമായ പ്രചരണമാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ BJP, ആം ആദ്മി പാർട്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസും നടത്തിയത്. 70 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ 70 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ നടക്കുന്നുവെന്നുള്ളതാണ്. 2015-ലും 2020-ലും ഇത്രത്തോളം ശക്തമായ മത്സരം ഉണ്ടായിരുന്നില്ല. ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു പക്ഷത്ത് ആം ആദ്മി പാർട്ടി ഒറ്റയടിക്ക് വിജയിച്ചു പോകുന്നൊരു സാഹചര്യമാണ് അന്ന് പൊതുവെ കണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ സാഹചര്യം അങ്ങനെയല്ല. ഏകപക്ഷീയമായ ഒരു വിജയം ആം ആദ്മിക്ക് നൽകില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി കടുത്ത മത്സരവുമായി BJP രംഗത്ത് എത്തിയിരിക്കുകയാണ്. BJP ക്യാമ്പുകൾ വിശദീകരിക്കുന്നത് ഏതാണ്ട് 40 സീറ്റിനടുത്ത് BJP ഒറ്റയ്ക്ക് വിജയിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ മുഖ്യ പ്രതിപക്ഷമായ BJP രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടി ആകട്ടെ 2015-ൻ്റെയും 2020-ൻ്റെയും ഒരു ആവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന പ്രഖ്യാപനത്തോടു കൂടിയുള്ള പ്രചരണം അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. എന്നാൽ കോൺഗ്രസിന് കാര്യമായ ചലനം പ്രചരണ രംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയും ഒക്കെ പ്രചരണ രംഗത്ത് ഇന്നലെയും വളരെ സജീവമായിരുന്നു. പക്ഷേ മത്സര രംഗത്ത് BJPയും ആം ആദ്മിയും തമ്മിലാണ് ഈ 70 മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുന്നത്. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ ഇന്നിപ്പോൾ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പോളിംഗ് ബൂത്തുകളിൽ സജ്ജീകരിക്കും. നാളെ രാവിലെ 6:30 മോക്ക് പോളും മറ്റും തുടങ്ങി 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഗൗതം.